Welcome to a video tutorial on the lesson The Danger of a Single Story by the Nigerian writer Chimamanda Ngozi Adichie. About the author Chimamanda Ngozi Adichie, born September 15, 1977, is a Nigerian novelist, non-fiction writer and short story writer. നൈജീരിയക്കാരിയായിട്ടുള്ള ചിമാമണ്ട എൻഗോസി അഡീച്ചി എന്നവർ ഒരു ചെറുകഥാകൃത്തും ഒരു നോൺ ഫിക്ഷൻ റൈറ്ററും ഒരു നോവലിസ്റ്റുമാണ്. ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് അമംഗ് യങ് ആംഗ്ലോഫോൺസ് ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്കൻ സാഹിത്യത്തിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന യുവ എഴുത്തുകാരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ആളായിരുന്നു ചിമാമണ്ട എൻഗോസി അഡീച്ചി എന്നവർ. ആംഗ്ലോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്നാണ് അർത്ഥം. Her works include Purple Hibiscus, Half of a Yellow Sun and Americana. ഇവരുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ഉൾക്കൊള്ളുന്നതാണ് Purple Hibiscus, Half of a Yellow Sun and Americana. The Danger of a Single Story എന്ന് പറയുന്ന ഈ പാഠഭാഗം പ്രശസ്തയായിട്ടുള്ള നൈജീരിയൻ എഴുത്തുകാരി ചിമാമണ്ട അഡീച്ചി ടെഡ് ടോക്സിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റാണ്. ഈ പ്രസംഗത്തിലൂടെ ചിമാമണ്ട സിംഗിൾ സ്റ്റോറിയുടെ അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു വശം മാത്രം അറിയുന്നതിന്റെ അപകടത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. Our lives, our cultures are composed of many overlapping stories. നമ്മുടെ ജീവിതവും നമ്മുടെ സംസ്കാരവും രൂപാന്തരപ്പെടുന്നത് നിരവധിയായിട്ടുള്ള തുടർച്ചയായ കഥകളിലൂടെയാണ്. നോവലിസ്റ്റ് ചിമാമണ്ട അഡീച്ചി tells the story of how she found her authentic culture voice. നോവലിസ്റ്റ് ആയിട്ടുള്ള ചിമാമണ്ട അഡീച്ചി അവരുടെ ആധികാരിക സംസ്കാരം എങ്ങനെ കണ്ടെത്തി എന്നതിനെ കുറിച്ച് ഇതിലൂടെ പറയുന്നുണ്ട്. ആൻഡ് വാൺസ്, അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദാറ്റ് ഇഫ് വി ഹിയർ ഓൺലി എ സിംഗിൾ സ്റ്റോറി അബൌട്ട് അനദർ പേഴ്സൺ ഓർ കൺട്രി, നമ്മൾ ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കഥ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ വി റിസ്ക് എ ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് നമുക്ക് ഗുരുതരമായ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കും. ഇവിടെ മറ്റൊരു രാജ്യത്തെക്കുറിച്ചോ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ നമുക്ക് ഒരു വശം മാത്രമേ അറിയുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് മാത്രമാണ് അറിയുന്നെങ്കിൽ അത് നമ്മളെ സ്റ്റീരിയോടൈപ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. The danger of a single story. Let's go through the speech which was delivered in TEDx by the very famous Nigerian writer Chimamanda Ngozi Adichie. I'm a storyteller. ഞാനൊരു കഥ പറയുന്നയാളാണ്. I would like to tell you a few personal stories. ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു എന്റെ വ്യക്തിപരമായ കുറച്ച് കഥകൾ. About what I like to call the danger of a single story. അതിനെ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു the danger of a single story. ഒരു സിംഗിൾ സ്റ്റോറിയുടെ അപകടം എന്നുള്ളത്, ഒരു കഥയുടെ അപകടം എന്ന് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കഥകൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറീസ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. ഐ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ഈസ്റ്റേൺ നൈജീരിയ. ഈസ്റ്റേൺ നൈജീരിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ വളർന്നത്. മൈ മദർ സേസ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് റീഡിംഗ് അറ്റ് ദ ഏജ് ഓഫ് 2. എന്റെ അമ്മ പറയുന്നു ഞാൻ എന്റെ 2ാമത്തെ വയസ്സിൽ വായന തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഓൾദോ ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻഡ് when I was 4. എന്നിരുന്നാലും ഞാൻ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇത് എന്റെ 4ാമത്തെ വയസ്സിലായിരിക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വായന തുടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ 2ാമത്തെ വയസ്സിൽ വായന തുടങ്ങിയിട്ടുണ്ടെന്ന് എന്റെ അമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു 4ാമത്തെ വയസ്സിൽ എന്റെ വായന തുടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഐ വാസ് ആൻ ഏർലി റീഡർ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നേരത്തെ തന്നെ വായന തുടങ്ങിയ ഒരാളായിരുന്നു. 2 വയസ്സിൽ തുടങ്ങിയതാണെങ്കിലും 4 വയസ്സിൽ തുടങ്ങിയതാണെങ്കിലും എന്തു പറഞ്ഞാലും ഒരു ഏർലി റീഡർ ആയിരുന്നു. അത് വളരെ നേരത്തെ വായന തുടങ്ങിയ ഒരാളായിരുന്നു. ആൻഡ് വാട്ട് ഐ റീഡ് വർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്ക്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കൂടുതലും വായിച്ചിരുന്ന പുസ്തകങ്ങൾ ബ്രിട്ടീഷ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്കായിരുന്നു.
ബ്രിട്ടീഷ് ഓതേഴ്സും അമേരിക്കൻ ഓതേഴ്സും എഴുതിയിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. ഐ വാസ് ഓൾസോ ആൻ ഏർലി റൈറ്റർ. ഞാനൊരു ഏർലി റീഡർ മാത്രമല്ല, വളരെ നേരത്തെ എഴുതാൻ തുടങ്ങിയ ഒരാൾ കൂടിയായിരുന്നു. വെൻ ഐ ബിഗൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദ ഏജ് ഓഫ് 7, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ, ഏകദേശം എന്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ, സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇല്ലസ്ട്രേഷൻസ്. പെൻസിൽ കൊണ്ട് കഥകൾ എഴുതും, വിത്ത് ക്രയോൺ ഇല്ലസ്ട്രേഷൻസ്. അതിന് ക്രയോൺ കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് പെൻസിലുകൾ കൊണ്ടുള്ള കഥ എഴുതും. ദാറ്റ് മൈ poor mother were obligated to read. എന്റെ കഥകൾ വായിക്കാൻ ചുമതലപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്റെ പാവപ്പെട്ട അമ്മയായിരുന്നു. അതായത് ഞാനൊരു ഏർലി റീഡർ പോലെ തന്നെ ഏർലി റൈറ്റർ കൂടിയാണ്. പെൻസിലും ക്രയോൺസ് ചിത്രീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ കഥ എഴുതാറ്. എന്റെ കഥകൾ വായിക്കാൻ ചുമതലപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്റെ പാവപ്പെട്ട അമ്മയായിരുന്നു. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. ഞാൻ എഴുതുന്ന കഥകൾ എന്റെ വായിക്കുന്ന കഥകളുടെ അതേപോലെ തന്നെയായിരുന്നു. അതായത് ഞാൻ വായിച്ചിരുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ പുസ്തകങ്ങളായിരുന്നു. അപ്പൊ ഞാൻ എഴുതുന്ന പുസ്തകങ്ങളും ഞാൻ വായിച്ചിരുന്ന ടൈപ്പ് ഓഫ് പുസ്തകങ്ങളുടെ അതുപോലെ തന്നെയായിരുന്നു. ഓൾ മൈ ക്യാരക്ടേഴ്സ് വർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. എന്റെ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ നീല നിറത്തിലുള്ള കണ്ണുള്ളവരും വെളുത്ത നിറത്തിലുള്ളവരുമായിരുന്നു. ദേ പ്ലേഡ് ഇൻ ദ സ്നോ. അവർ കളിച്ചിരുന്നത് മഞ്ഞിലായിരുന്നു. ദേ എയ്റ്റ് ആപ്പിൾസ്. അവർ കഴിച്ചിരുന്നത് ആപ്പിൾസ് ആയിരുന്നു. ആൻഡ് ദേ ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ദ വെദർ. അവർ കൂടുതലായിട്ടും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഹൗ ലവ്ലി ഇറ്റ് വാസ് ദാറ്റ് ദ സൺ ഹാഡ് കം ഔട്ട്. എത്ര മനോഹരമായിരിക്കും സൂര്യൻ പുറത്തോട്ട് വന്നാൽ. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ നല്ല ചൂടുണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. സൂര്യൻ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്നൊക്കെ പറയും. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ. പക്ഷേ ഞാൻ ഒരിക്കലും നൈജീരിയക്ക് പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വെളുത്തവരും ബ്ലൂ ഐഡ് ആയിരുന്നു, മഞ്ഞിലായിരുന്നു കളിച്ചിരുന്നത്, ആപ്പിൾ ആയിരുന്നു അവരുടെ ഭക്ഷണം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നൈജീരിയക്ക് പുറത്തൊരിക്കലും പോയിട്ടില്ല. വി ഡിഡന്റ് ഹാവ് സ്നോ. ശരിക്കും നൈജീരിയയിൽ മഞ്ഞു വീഴ്ചയൊന്നുമില്ല. വി എയ്റ്റ് മാംഗോസ്. ഞങ്ങൾ മാമ്പഴമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മാംഗോ എന്ന് പറയുന്ന ഫ്രൂട്ട് കൂടുതൽ ചൂടുള്ള സ്ഥലത്തുണ്ടാവുന്നതാണ്. ആപ്പിൾ തണുത്ത പ്രദേശത്താണ് ഉണ്ടാവുന്നത്. ആൻഡ് വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദ വെദർ ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. ഞങ്ങൾ കാലാവസ്ഥയെക്കുറിച്ച് നൈജീരിയയിൽ സംസാരിക്കാറേ ഇല്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, അവിടെ എപ്പോഴും ചൂടായിരുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ട് പോലും എന്റെ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ വെളുത്തവരും നീല കണ്ണുള്ളവരും സ്നോവിൽ കളിക്കുന്ന ആപ്പിൾ ഭക്ഷിക്കുന്ന കാലാവസ്ഥകളെ കുറിച്ച് സംസാരിക്കുന്നവരായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നൈജീരിയക്ക് പുറത്തു പോയിട്ടില്ല. വാട്ട് ദിസ് ഷോസ്, എന്താണിത് കാണിക്കുന്നത്? ഐ തിങ്ക് ഈസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് വേർണറബിൾ വി ആർ ഇൻ ദ ഫേസ് ഓഫ് എ സ്റ്റോറി, പെർട്ടിക്കുലർലി ആസ് എ ചിൽഡ്രൻ. ഇത് കാണിക്കുന്നത് ഐ തിങ്ക് ഈസ് ഹൗ ഇംപ്രഷനബിൾ. ഇംപ്രഷനബിൾ മീൻസ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ഓർ അഫക്റ്റഡ് ബൈ സംതിങ്. എത്ര പെട്ടെന്ന് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് വേർണറബിൾ. വേർണറബിൾ മീൻസ് വി ക്യാൻ ഈസിലി ഹേർട്ട് ഫിസിക്കലി ഓർ ഇമോഷണലി. എത്ര ബലഹീനരാണ് നമ്മൾ. വി ആർ ഇൻ ദ ഫേസ് ഓഫ് എ സ്റ്റോറി. ഒരു കഥയുടെ മുഖത്ത് നമ്മൾ എത്ര നിസാരക്കാരാണ്, എത്ര പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നവരാണ്. പെർട്ടിക്കുലർലി ആസ് ചിൽഡ്രൻ, പ്രത്യേകിച്ചും കുട്ടികൾ. അതായത് കുട്ടികൾ എന്ന നിലക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കഥകളിൽ എന്ത് ചെയ്യും, സ്വാധീനിക്കപ്പെടും. അല്ലെങ്കിൽ കഥകൾക്ക് മുമ്പിൽ നമ്മൾ ബലഹീനരാണ്. ബിക്കോസ് ഓൾ ഐ ഹാഡ് റീഡ് were books in which characters were foreign. ചിമാമണ്ട വായിച്ചിരുന്ന പുസ്തകങ്ങളിലെ ക്യാരക്ടേഴ്സ് വിദേശ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഐ ഹാഡ് ബിക്കം കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ their very nature had to have foreigners in them. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ബുക്സ് ബൈ their very nature, പുസ്തകത്തിന്റെ പ്രകൃതം എന്ന് പറയുന്നത് had to have foreigners in them, അതിൽ നിർബന്ധമായിട്ടും വിദേശികളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണമെന്ന്. and had to be about things with which I could not personally identify. അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വസ്തുതകളൊക്കെ പുസ്തകങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നായിരുന്നു എന്റെ ബോധ്യമുണ്ടായിരുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കുട്ടികൾ, ഈ ചിമാമണ്ട വായിച്ചിരുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുസ്തകങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഫോറിനേഴ്സ് ആയിരിക്കണം.
അവർക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമില്ലാത്ത ആളുകളായിരിക്കണം ക്യാരക്ടേഴ്സ് ആയിട്ട് വരേണ്ടതെന്നുള്ളതൊക്കെയാണ് ഇവർ വിശ്വസിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നൗ തിങ്സ് ചേഞ്ച്ഡ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്, അപ്പോ ഞാൻ ആദ്യം അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ മാത്രമാണ് വായിച്ചിരുന്നത്. പിന്നീട് ഞാൻ ആഫ്രിക്കൻ പുസ്തകങ്ങൾ കണ്ടെത്തിയപ്പോൾ there weren't many of them available. ഈ ആഫ്രിക്കൻ പുസ്തകങ്ങൾ കൂടുതലൊന്നും ലഭ്യമായിരുന്നില്ല. and they weren't quite as easy to find as the foreign books. വിദേശ പുസ്തകങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന പോലെ തന്നെ അത്ര എളുപ്പമായിരുന്നില്ല ആഫ്രിക്കൻ പുസ്തകങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ ഞാൻ ആഫ്രിക്കൻ പുസ്തകങ്ങൾ കണ്ടെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മാറി മറിഞ്ഞു. ബട്ട് when I read ചിനുവ അച്ചേബെ ആൻഡ് കമാര ലയെ, ഞാൻ ചിനുവ അച്ചേബെ, കമാര ലയെ തുടങ്ങിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു, that people like me, എന്നെ പോലെയുള്ള ആളുകൾ, ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, ചോക്ലേറ്റ് നിറത്തിലുള്ള സ്കിന്നിന്റെ കളറുള്ള ആളുകൾ, അതായത് ഇരുണ്ട നിറത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ആളുകൾ, whose kinky hair could not form ponytail. Kinky means curly and round. ചുരുണ്ട മുടികളുള്ള, അതായത് ഒരു പോണിറ്റെയിൽ ഉണ്ടാക്കാൻ, പോണിറ്റെയിൽ എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് കെട്ടുന്ന, കുതിരവാല് പോലെ പുറകിലേക്ക് കെട്ടുന്ന ഹെയർ സ്റ്റൈലാണ് പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽ എന്ന് പറയുക. അതുപോലെ കെട്ടിവെക്കാൻ പറ്റാത്ത ചുരുണ്ട മുടികളുള്ള പെൺകുട്ടികൾ could also exist in literature. അവരെ പോലെയുള്ള ആളുകളും സാഹിത്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത് ആഫ്രിക്കൻ ബുക്കുകളായിട്ടുള്ള ആഫ്രിക്കൻ എഴുത്തുകാരായ ചിനുവ അച്ചേബെ, കമാര ലയെ തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ്. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്ഡ്. ഞാൻ തിരിച്ചറിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങി. ഐ ലവ്ഡ് ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഐ റീഡ്. ഞാൻ വായിക്കുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ പുസ്തകങ്ങൾ എനിക്ക് വളരെ അധികം ഇഷ്ടമായിരുന്നു. ദേ സ്റ്റിർഡ് മൈ ഇമാജിനേഷൻ ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ. അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ എന്റെ ഇമാജിനേഷനെ, എന്റെ ചിന്താശക്തിയെ ഇളക്കുകയും ആൻഡ് ഓപ്പൺഡ് എ ന്യൂ വേൾഡ്സ് ഫോർ മീ, എനിക്കൊരു പുതിയ ലോകം തന്നെ തുറന്നിടുകയും ചെയ്തു. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ ഫ്രം ഹാവിംഗ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. പക്ഷേ ആഫ്രിക്കക്കാരായിട്ടുള്ള എഴുത്തുകാർ എന്നെ രക്ഷപ്പെടുത്തി ഫ്രം ഹാവിംഗ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. പുസ്തകങ്ങളെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയെ നിന്നും, സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കഥയിൽ നിന്നും എന്നെ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. അതായത് ചിമാമണ്ട ആദ്യം വിശ്വസിച്ചിരുന്നത് അവർ വായിച്ചിരുന്ന പുസ്തകങ്ങളായിട്ടുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് പോലെ തന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ വെളുത്തതായിരിക്കണം, അവിടെ മഞ്ഞ് വീഴുന്ന, അങ്ങനെ ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ജോണേഴ്സിലുള്ള ക്യാരക്ടേഴ്സും സെറ്റിംഗ്സും ആയിരിക്കണം എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിയായിരുന്നപ്പോ. പിന്നീട് ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് വെളുത്തവർ മാത്രമല്ല, തന്നെ പോലെയുള്ള തൊലിയുടെ കളറുള്ള ആളുകളൊക്കെ പുസ്തകങ്ങൾ ക്യാരക്ടേഴ്സ് ആയിട്ടും സെറ്റിംഗ്സ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോ എനിക്ക് അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളാണ് ഇഷ്ടമെങ്കിൽ പോലും ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ് എന്ത് ചെയ്ത് എന്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത്. പുസ്തകങ്ങളെക്കുറിച്ച് ഒരു വശത്ത് മാത്രമുള്ള അറിവിൽ നിന്നും എനിക്ക് ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചു തന്നത് ആഫ്രിക്കൻ എഴുത്തുകാരായിരുന്നു. ഐ കെയിം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. ഞാൻ ഒരു പരമ്പരാഗതമായിട്ടുള്ള മധ്യവർഗത്തിലുള്ള നൈജീരിയൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ. എന്റെ അച്ഛൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു, ഒരു പ്രൊഫസർ ആയിരുന്നു. മൈ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. എന്റെ അമ്മ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ ഒരു ഓഫീസർ ആയിരുന്നു. ആൻഡ് സോ വി ഹാഡ്, ആസ് വാസ് ദ നോം, ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. ആൻഡ് സോ അതുകൊണ്ട് തന്നെ വി ഹാഡ്, ആസ് വാസ് ദ നോംസ്, ശരിക്കുള്ള നിയമങ്ങൾ പോലെ തന്നെ, ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്, അവിടെയുള്ള ആളുകളെ സഹായിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഹു വുഡ് ഓഫൺ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. അതായത് അടുത്തുള്ള വില്ലേജസിൽ നിന്നും വരുന്ന ആളുകളെ ഞങ്ങൾ സാധാരണ പോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുമുണ്ട്. സോ ദ ഇയർ ഐ ടേൺഡ് 8, എനിക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്. ഞങ്ങൾക്ക് പുതിയ ഒരു ഹൗസ് ബോയിനെ ലഭിച്ചു. ഇവിടെ ഹൗസ് ബോയ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു ഹൗസ് ബോയിനെ എന്ത് ചെയ്തു, ലഭിച്ചു. ഹിസ് നെയിം വാസ് ഫിദെ. അദ്ദേഹത്തിന്റെ പേര് ഫിദെ എന്നുള്ളതായിരുന്നു. The only thing my mother told us about him was that his family was very poor. എന്റെ അമ്മ
അദ്ദേഹത്തിന്റെ ഫിദയുടെ കുടുംബത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ള ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് ഹിസ് ഫാമിലി വാസ് വെരി പുവർ. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. മൈ മദർ സെന്റ് യാംസ് ആൻഡ് റൈസ്. എന്റെ അമ്മ അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു യാംസ്. യാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വെജിറ്റബിൾസിനാണ് പറയുക. ചേന പോലെയൊക്കെയുള്ള കിഴങ്ങ് വർഗത്തിലുള്ള യാംസ്. ആൻഡ് റൈസ്, അരി. ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ്, ഞങ്ങളുടെ പഴയ വസ്ത്രങ്ങളും ടു ഹിസ് ഫാമിലി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. ആൻഡ് വെൻ ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ ഡിന്നർ, ഞാൻ എന്റെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ മദർ വുഡ് സേ ഫിനിഷ് യുവർ ഫുഡ്. എന്റെ അമ്മ എന്നോട് പറയുമായിരുന്നു നിന്റെ ഭക്ഷണം പെട്ടെന്ന് കഴിക്കൂ. ഡോണ്ട് യു നോ, നിനക്കറിയില്ലേ, പീപ്പിൾ ലൈക്ക് ഫിദേസ് ഫാമിലി ഹാവ് നത്തിങ്. ഫിദയുടെ പോലെയുള്ള ഫാമിലീസിന് കഴിക്കാനായിട്ട് ഒന്നുമില്ല. സോ ഐ ഫെൽറ്റ് ഇനോമസ് പിറ്റി ഫോർ ഫിദേസ് ഫാമിലി. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിദയുടെ ഫാമിലിയോട് വളരെയധികം ദയ തോന്നിയിട്ടുണ്ടായിരുന്നു. ദെൻ വൺ സാറ്റർഡേ വി വെന്റ് ടു ഹിസ് വില്ലേജ് ടു വിസിറ്റ്. ഒരു ദിവസം ശനിയാഴ്ച ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഫിദയുടെ ഗ്രാമത്തിലേക്ക് സന്ദർശിക്കാൻ പോയി. ആൻഡ് ഹിസ് മദർ ഷോഡ് us എ ബ്യൂട്ടിഫുൾ പാറ്റേൺഡ് ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. ഞങ്ങൾക്ക് അവരുടെ ഫിദയുടെ അമ്മ കാണിച്ചു തന്നു വളരെ മനോഹരമായിട്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് കാണിച്ചു തന്നു, ചിത്രത്തിൽ കാണുന്നത് പോലെ. റഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫൈബർ ഫ്രം ദ ലീവ്സ് ഓഫ് ദ റഫിയ ട്രീ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഐറ്റംസ് സച്ച് ആസ് ഹാറ്റ്സ് ആൻഡ് ബാസ്ക്കറ്റ്. തൊപ്പികളും ബാസ്ക്കറ്റുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഫിയ എന്ന് പറയുന്ന മരത്തിൽ നിന്റെ നാരുപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കൊട്ടയാണ് എന്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലുള്ള ഡൈഡ് റഫിയ എന്ന് പറഞ്ഞ പല വർണ്ണത്തിലുള്ള മുടഞ്ഞുണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദാറ്റ് ഹിസ് ബ്രദർ ഹാഡ് മെയ്ഡ്. ആ ബാസ്ക്കറ്റ്, ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ആ മുടഞ്ഞുണ്ടാക്കിയ ബാസ്ക്കറ്റ് ഫിദയുടെ ബ്രദർ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഐ വാസ് സ്റ്റാർട്ടിൽഡ്. ഞാൻ ഞെട്ടിപ്പോയി. ഇറ്റ് ഹാഡ് നോട്ട് ഒക്കേർഡ്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ടു മീ ദാറ്റ് എനിബഡി ഇൻ ഹിസ് ഫാമിലി കുഡ് ആക്ച്വലി മേക്ക് സംതിങ്. ഇദ്ദേഹത്തിന്റെ ഫാമിലി, ഫിദയുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു വസ്തു ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓൾ ഐ ഹാഡ് ഹിയർഡ് അബൌട്ട് ദം വാസ് ഹൗ പോർ ദേ വർ. ഞാൻ ഫിദയുടെ ഫാമിലിനെ കുറിച്ചിട്ട് ആകെ കേട്ടിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, അവർ വളരെയധികം പാവപ്പെട്ടവരായിരുന്നു എന്നുള്ള മാത്രമായിരുന്നു. So that it had become impossible for me to see them as anything else but poor. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പാവപ്പെട്ടവരാണെന്ന് മാത്രം ഇവരെ കുറിച്ച് കേട്ടതുകൊണ്ട് തന്നെ it had become impossible for me, എനിക്ക് അസാധ്യമായിട്ട് തോന്നി to see them as anything else but poor. പാവപ്പെട്ടവരല്ലാതെ എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. അതായത് എപ്പോഴും പാവപ്പെട്ടവരാണെന്ന് കേട്ടുകൊണ്ട് ഫിദയുടെ ഫാമിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ പാവപ്പെട്ടവരാണ് എന്നുള്ള ഒരു സംഭവം മാത്രമാണ് എനിക്കറിഞ്ഞിരുന്നത്. ദേ പോവേർട്ടി വാസ് മൈ സിംഗിൾ സ്റ്റോറി ഓഫ് ദം. അവരുടെ ദാരിദ്ര്യമായിരുന്നു അവരെ കുറിച്ചുള്ള എനിക്കുള്ള ആകെയുള്ള അറിവ്. മൈ സിംഗിൾ സ്റ്റോറി, അവരെ കുറിച്ച് ആകെ എനിക്ക് അറിയുന്ന കഥ എന്ന് പറയുന്നത് പോവേർട്ടി എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, ഇവർ ഇതേപോലെയുള്ള കരകൗശലമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞിരുന്നില്ല. അപ്പൊ അവരെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഏക അറിവ് എന്ന് പറയുന്നത് പോവേർട്ടി, ഫിദയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പോവേർട്ടി എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത് റഫിയ പോലെയുള്ള ഹാൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുമുണ്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് എന്ത് ചെയ്തത് മനസ്സിലായത്. ഇയേഴ്സ് ലേറ്റർ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഐ തോട്ട് അബൌട്ട് ദിസ് when I left Nigeria to go to university in the United States. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒരു സിംഗിൾ സ്റ്റോറിയെ കുറിച്ച് ചിന്തിച്ചത് ഞാൻ നൈജീരിയയിൽ നിന്നും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുമ്പോഴായിരുന്നു. ഐ വാസ് 19. ആ സമയത്ത് എനിക്ക് 19 വയസ്സായിരുന്നു. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. എന്റെ അമേരിക്കക്കാരിയായിട്ടുള്ള റൂംമേറ്റ് എന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഷി ആസ്ക്ഡ് വേർ ഐ ഹാഡ് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. അവരെന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് നീ ഇത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് എന്നുള്ളത് അമേരിക്കൻ റൂംമേറ്റ്സ് ചിമാമണ്ടനോട് ചോദിച്ചു. ആൻഡ് വാസ് കൺഫ്യൂസ്ഡ് വെൻ ഐ സെഡ് ദാറ്റ് നൈജീരിയ ഹാപ്പൻ ടു ഹാവ് ഇംഗ്ലീഷ് ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പോ പിന്നെ എന്റെ റൂംമേറ്റ് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ പെട്ടതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോ അവരാകെ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഈ അമേരിക്കൻ റൂംമേറ്റ്സിന്റെ സിംഗിൾ സ്റ്റോറി
എന്ന് പറയുന്നത്, അതായത് ആഫ്രിക്കനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആഫ്രിക്കക്കാരെ കുറിച്ചുള്ള നൈജീരിയൻസിനെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താ, അവരുടെ ഏതോ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നു, ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ ചിമാമണ്ട അവരോട് പറഞ്ഞു അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ പെടുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ അവരാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. She asked if she could listen to what she called my tribal music. പിന്നെ അവരെന്നോട് ചോദിച്ചു, അതായത് അമേരിക്കക്കാരിയായിട്ടുള്ള റൂംമേറ്റ് എന്നോട് ചോദിച്ചു, if she could listen to what she called my tribal music. അവർക്ക് ആഫ്രിക്കൻകാരിയുടെ ട്രൈബൽ മ്യൂസിക്, അതായത് ചിമാമണ്ടയുടെ ഗോത്ര മ്യൂസിക്കുകൾ കേൾക്കാൻ പറ്റുമെന്ന് അവർ ചോദിച്ചു. ആൻഡ് വാസ് കോൺസിക്വന്റ്ലി വെരി ഡിസപ്പോയിന്റഡ്. അവരാകെ നിരാശരായി. when I produced my tape of Mariah Carey. മറായ കറേ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള അമേരിക്കൻ സിംഗറുടെ സോങ് ഞാൻ വെച്ചപ്പോ അവരാകെ ഡിസപ്പോയിന്റഡ് ആയി. അതായത് ഈ അമേരിക്കൻ റൂംമേറ്റിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അവർ ആഫ്രിക്കൻസ് വെറും ട്രൈബൽ മ്യൂസിക് മാത്രമേ കേൾക്കത്തുള്ളൂ, അമേരിക്കൻ ഗായികയായിട്ടുള്ള മറായ കറയുടെ പാട്ടുകളൊന്നും കേൾക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അതായിരുന്നു അവരെ കുറിച്ചിട്ടുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഷീ ഹാഡ് ഫെൽറ്റ് സോറി ഫോർ മീ ഈവൻ ബിഫോർ ഷീ സോ മീ. എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്നോട് ദയ തോന്നിയിട്ടുണ്ടായിരുന്നു. ഹർ ഡിഫോൾട്ട് പൊസിഷൻ ടുവാർഡ്സ് മീ. അവരുടെ റൂംമേറ്റിന്റെ ഡിഫോൾട്ട് പൊസിഷൻ, അവർ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന, എന്നെ കുറിച്ച് അവർ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആസ് ആൻ ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കൻ എന്ന നിലയിൽ എന്നെ കുറിച്ച് അവര് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് വാസ് എ കൈൻഡ് ഓഫ് പാട്രോണൈസിങ് വെൽ മീനിങ് പിറ്റി. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെയധികം ദയ തോന്നുന്ന വിധത്തിലുള്ള ആളുകളാണ് ആഫ്രിക്കൻസ് എന്നുള്ളതായിരുന്നു. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. എന്റെ റൂംമേറ്റിന് ആഫ്രിക്കനെ കുറിച്ചൊരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആഫ്രിക്കൻസ് ഇംഗ്ലീഷ് സംസാരിക്കില്ല, അവർ ട്രൈബൽ മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, ഇങ്ങനെയുള്ള ഒരു വശം മാത്രമേ എന്റെ റൂംമേറ്റ്സിന് അറിയാമായിരുന്നുള്ളൂ. ഇൻ ദിസ് സിംഗിൾ സ്റ്റോറി, ഈ സിംഗിൾ സ്റ്റോറിയിൽ there was no possibility, ഒരു സാധ്യതയുമില്ല ഓഫ് ആഫ്രിക്കൻസ് ബീങ് സിമിലർ ടു ഹർ ഇൻ എനി വേ. ആഫ്രിക്കൻസ് അവരുടെ പോലെ ആവുന്നതിന് ഒരു സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു അവർ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സിംഗിൾ സ്റ്റോറി, അവരുടെ വിശ്വാസം എന്നുള്ളത്. നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ്, നോ പോസിബിലിറ്റി, ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല ഓഫ് ഫീലിംഗ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി. കൂടുതൽ ദയ തോന്നുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അതായത് ആഫ്രിക്കൻസ് എന്ന് പറയുന്ന വെറും പാവപ്പെട്ടവരാണ്, അവരോട് ദയ തോന്നുന്നു എന്നല്ലാതെ വേറെ ഒരു കാര്യവും അവരെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോ പോസിബിലിറ്റി ഓഫ് കണക്ഷൻ ആസ് എ ഹ്യൂമൻ ഈക്വൽസ്. ഒരിക്കൽ പോലും ആഫ്രിക്കൻസ് മനുഷ്യന്മാരുടെ ഈക്വൽ ആയിട്ട് ഈ അമേരിക്കക്കാരിയായിട്ടുള്ള തന്റെ റൂംമേറ്റ് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ മസ്റ്റ് സേ, ഞാൻ പറയും, ദാറ്റ് ബിഫോർ I went to US. ഞാൻ യുഎസിലേക്ക് പോകുന്നതിന് മുമ്പ് I didn't consciously identify as African. ഞാനൊരു ആഫ്രിക്കക്കാരനായിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. But in the US, whenever Africa came up, people turned to me. എപ്പോഴൊക്കെ ആഫ്രിക്കയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും ആളുകൾ എന്റെ അടുത്തേക്ക് തിരിയും. I did come to embrace this new identity. എനിക്ക് ഇങ്ങനെ പുതിയൊരു ഐഡന്റിറ്റി ലഭിച്ചു. ആഫ്രിക്കനെ കുറിച്ച് അവിടെ എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ, ഇവർ നൈജീരിയയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ ആഫ്രിക്ക എന്ന് പറയുന്ന ആ വലിയ ഭൂഖണ്ഡത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ ആളുകളൊക്കെ എന്റെ അടുത്തോട്ട് നോക്കും, ആഫ്രിക്കക്കാരി എന്നുള്ള രീതിയിൽ. ആൻഡ് ഇൻ മെനി വേസ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ. പല കാര്യത്തിലും ഞാനിപ്പോ സ്വയം ആഫ്രിക്കൻ ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ. എനിക്ക് വളരെയധികം ദേഷ്യം വരും വെൻ ആഫ്രിക്ക ഈസ് റെഫേർഡ് ടു ആസ് എ കൺട്രി. ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് റെഫർ ചെയ്യുമ്പോൾ, ശരിക്കും ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു വലിയ ഭൂഖണ്ഡമാണ്, അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ആളുകൾ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം വരും. After I had spent some years in the US as an African, ഒരു ആഫ്രിക്കക്കാരി എന്ന രീതിയിൽ ഞാൻ കുറെ അധികം വർഷം അമേരിക്കയിൽ ചെലവഴിച്ചതിന് ശേഷം I began to understand, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, my roommate's response to me. എന്റെ റൂംമേറ്റിന് എന്നോടുണ്ടായ പ്രതികരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് കുറെ വർഷം ഞാൻ അമേരിക്കയിൽ നിന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്റെ റൂംമേറ്റ്സ് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളത്.
ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഇനി ഞാൻ നൈജീരിയയിലല്ലായിരുന്നു വളർന്നതെങ്കിൽ, ഇഫ് ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വർ ഫ്രം പോപ്പുലർ ഇമേജസ്, എനിക്ക് ആഫ്രിക്കനെ കുറിച്ച് പ്രശസ്തമായിട്ടുള്ള പിക്ചറുകളിൽ നിന്നും രൂപങ്ങളിൽ നിന്നുമാണ് എനിക്ക് എന്ത് ചെയ്യുക മനസ്സിലാവുകയെങ്കിൽ, ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, ഞാനും ചിന്തിക്കും ആഫ്രിക്ക എന്ന് പറയുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ ആനിമൽസ്, നല്ല മൃഗങ്ങളുള്ള പ്രദേശമാണ്, ആൻഡ് incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. Unable to speak for themselves, സ്വയം സംസാരിക്കാൻ കഴിയാത്ത, and waiting to be saved by a kind white foreigner, ഒരു വെളുത്ത വർഗത്തിലുള്ള വളരെ ദയുള്ള ഒരു വിദേശിയുടെ സഹായവും കാത്തിരിക്കുന്ന ആളുകളാണ് ആഫ്രിക്കക്കാരെന്ന് ഞാനും വിശ്വസിച്ചു പോകും. അതായത് എന്തുകൊണ്ടാണ് എന്റെ റൂംമേറ്റിന് എന്നോട് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളത് കുറെ വർഷം ഞാൻ അമേരിക്കയിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ചിമാമണ്ട പറയാണ്, ഇനി ഞാനും നൈജീരിയയിലല്ല ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ആഫ്രിക്കനെ കുറിച്ചൊരു പക്ഷേ ഇതുപോലെയുള്ള ചിന്തകളാണ് ഉണ്ടാവുക. ഐ വുഡ് സീ, ഞാനും കാണുമായിരുന്നു, ആഫ്രിക്കൻസ് ഇൻ ദ സെയിം വേ, ആഫ്രിക്കൻസിനെ ഞാനും കാണുമായിരുന്നു, ദാറ്റ് ഐ ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരിക്കുമ്പോ ഞാൻ ഹാഡ് സീൻ ഫിദേസ് ഫാമിലി, ഫിദയുടെ ഫാമിലിനെ ഞാൻ എങ്ങനെയാണോ ഒരു കുട്ടിയായിരുന്നപ്പോ കണ്ടത്, അതേപോലെ ഒരു പക്ഷേ ഞാനും ആഫ്രിക്കയിലല്ല ജനിച്ചിരുന്നെങ്കിൽ, നൈജീരിയയിലല്ല ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ആഫ്രിക്കനെ കുറിച്ച് ഇതുപോലെയുള്ള ചിന്തകളായിരുന്നു ഉണ്ടാവുക. അതായത് ഫിദേന്റെ ഫാമിലിനെ കുറിച്ച് ചിമാമണ്ടയുടെ ആകെയുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തായിരുന്നു, അവർ പാവപ്പെട്ടവരാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീട് അവരെ വിസിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർക്ക് റഫിയ പോലെയുള്ള ബാസ്ക്കറ്റും ഇങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റ്സുകളൊക്കെ അറിയുമെന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. അപ്പോ ഇതേപോലെ ആയിരിക്കും ഒരു പക്ഷേ ഞാനും നൈജീരിയയിലല്ല ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ആഫ്രിക്കനെ കുറിച്ച് ഒരു പക്ഷേ എന്റെ ചിന്തകളും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് ചിമാമണ്ട ഷെയർ ചെയ്യുകയാണ്. ഐ ബിഗാൻ ടു റിയലൈസ്, ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, ദാറ്റ് മൈ അമേരിക്കൻ റൂംമേറ്റ് മസ്റ്റ് ഹാവ് ത്രൂ ഔട്ട് ഹർ ലൈഫ് സീൻ ആൻഡ് ഹിയർഡ് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദിസ് സിംഗിൾ സ്റ്റോറി. ഈ ഒറ്റ കഥയുടെ, ഈ സിംഗിൾ സ്റ്റോറിയുടെ വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളായിരിക്കും എന്റെ അമേരിക്കക്കാരിയായിട്ടുള്ള റൂംമേറ്റ്സ് കേട്ടതും കണ്ടതുമൊക്കെ. അതായത് അവരുടെ വിശ്വാസത്തിൽ ആഫ്രിക്കൻസ് ഇംഗ്ലീഷ് സംസാരിക്കില്ല, ആഫ്രിക്കൻസ് ട്രൈബൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ, അവരെപ്പോഴും ദയ കാത്തിരിക്കുന്ന ആളുകളാണ്, അവരെപ്പോഴും പോവേർട്ടി നിറഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുള്ള ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മാത്രം ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്റെ അമേരിക്കൻ റൂംമേറ്റ്സിന് ആഫ്രിക്കനെ കുറിച്ച് ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടാവാൻ കാരണം. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ, ഒരു പ്രൊഫസർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദാറ്റ് മൈ നോവൽ വാസ് നോട്ട് ഒത്തന്റിക്കലി ആഫ്രിക്കൻ. ഞാൻ എഴുതിയ നോവൽ ആധികാരികമായിട്ട് ഒരു ആഫ്രിക്കൻ നോവൽ അല്ല ഒരിക്കൽ എന്നോട് പ്രൊഫസർ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഒത്തന്റിസിറ്റി വാസ്, എന്താണ് ആഫ്രിക്കൻ ആധികാരികത, എന്താണ് അതിന്റെ ജെന്യൂൻനെസ് എന്നുള്ളത് എനിക്കറിഞ്ഞിരുന്നില്ല. The professor told me that my characters were too much like. എന്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിയ നോവലിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്റെ പോലെയായിരുന്നു. ക്യാരക്ടേഴ്സ് were too much like him. അദ്ദേഹത്തെ പോലെയായിരുന്നു. അദ്ദേഹത്തെ പോലെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫസറിനെ പോലെയായിരുന്നു. an educated man, middle class man. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, മധ്യവർഗത്തിലുള്ള ആളായിരുന്നു. അപ്പൊ ഈ പ്രൊഫസറിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആഫ്രിക്കക്കാർ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല, അവർ വെറും പാവപ്പെട്ടവരാണ് എന്നുള്ളതാണ് ആ പ്രൊഫസറിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒതന്റിക്കലി ഇതൊരു ആഫ്രിക്കൻ നോവൽ അല്ല എന്ന് പ്രൊഫസർ ചിമാമണ്ടയോട് പറഞ്ഞു. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർസ്. എന്റെ നോവലിലെ ക്യാരക്ടേഴ്സ്, അതിലെ കഥാപാത്രങ്ങൾ കാറുകൾ ഓടിച്ചിരുന്നു. അപ്പൊ പ്രൊഫസറിന്റെ ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് ആഫ്രിക്കൻസ് അത്ര പണക്കാരൊന്നുമല്ല, അവർക്ക് വലിയ കാറുകൾ ഓടിക്കാനുള്ള അത്രത്തോളം കാശുള്ളതും വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും അല്ല എന്നുള്ളതാണ് പ്രൊഫസറുടെ വിശ്വാസം. ദേ വർ നോട്ട് സ്റ്റാർവിംഗ്. എന്റെ
എന്റെ നോവലിലെ കഥാപാത്രങ്ങൾ അവർ പട്ടിണി കിടക്കുന്നൊന്നുമില്ല, വിശപ്പ് അനുഭവിക്കുന്നൊന്നുമില്ല. Therefore they were not authentically African. അതുകൊണ്ട് അവർ ആധികാരികമായിട്ട് ഒരു ആഫ്രിക്കൻ നോവൽ അല്ല നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് എന്റെ പ്രൊഫസർ എന്നോട് പറയായിരുന്നു. പ്രൊഫസറിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എപ്പോഴും ദാരിദ്ര്യം നിറഞ്ഞവരാണ്, അവര് എഡ്യൂക്കേറ്റഡ് ആവാൻ പാടില്ല, അവർ മിഡിൽ ക്ലാസ് ആവാൻ പാടില്ല, വാഹനം ഓടിക്കൂല, എപ്പോഴും പട്ടിണി അനുഭവപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് പ്രൊഫസറുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ചിമാമണ്ടയോട് പറയാണ്, നിന്റെ നോവൽ എന്തല്ല, ആധികാരമായിട്ടൊരു ആഫ്രിക്കൻ അല്ല, അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഞങ്ങളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെയാണ്, എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഫ്രിക്കൻ സ്വഭാവത്തിലുള്ള നോവൽ അല്ല എന്ന് ഒരിക്കൽ പ്രൊഫസർ ചിമാമണ്ടനോട് അഭിപ്രായപ്പെടുകയുണ്ടായി. When I learned some years ago, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞപ്പോൾ that writers were expected to have had really unhappy childhood. എഴുത്തുകാർക്ക് അൺഹാപ്പി ചൈൽഡ്ഹുഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അൺഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം നിറഞ്ഞ കുട്ടിക്കാലമായിരിക്കണം. ടു ബി സക്സസ്ഫുൾ, അവർക്ക് എഴുത്തിൽ വിജയിക്കണമെങ്കിൽ, അതായത് എഴുത്തുകാർക്ക് വിജയിക്കണമെങ്കിൽ അവരുടെ കുട്ടിക്കാലം എപ്പോഴും ദുഃഖം നിറഞ്ഞതായിരിക്കണം എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോൾ ഐ ബിഗൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി അബൌട്ട് ഹൗ ഐ കുഡ് ഇൻവെന്റ് ഹൊറിബിൾ തിങ്സ്. എങ്ങനെയാണ് എനിക്ക് ഭയാനകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുക. മൈ പാരന്റ്സ് ഹാഡ് ഡൺ ടു മീ, എന്റെ പാരന്റ്സ് എന്നോട് ചെയ്ത ഭയാനകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്. എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കുട്ടിക്കാലമാണ് ഉണ്ടായിരുന്നത്. ഫുൾ ഓഫ് ലോഫ്റ്റർ ആൻഡ് ലവ്. എനിക്ക് ഫുള്ളും കളിയും സ്നേഹവും മാത്രം ലഭിച്ചിരുന്ന തികച്ചും സന്തോഷമായിട്ടുള്ള എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി. വളരെ അടുത്ത ഒരു കുടുംബമായിരുന്നു, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്റെ കുട്ടിക്കാലത്ത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. എന്റെ കുടുംബം വളരെ സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നെങ്കിൽ പോലും പക്ഷേ എനിക്കും എന്റെ ഗ്രാൻഡ് ഫാദേഴ്സ് റെഫ്യൂജി ക്യാമ്പിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൈ കസിൻസ് പോളി ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് അഡീക്വേറ്റ് ഹെൽത്ത് കെയർ. ആവശ്യത്തിന് ആരോഗ്യ പരിരക്ഷ ലഭിക്കാത്തതിന്റെ പേരിൽ എന്റെ കസിൻ പോളെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. One of my closest friend Okoloma died in a plane crash. എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒക്കലോമ ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് our fire trucks did not have water. ഞങ്ങളുടെ ഫയർ ട്രക്സിൽ വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ ഒരു പ്ലെയിൻ ക്രാഷിൽ ഒക്കലോമ എന്ന് പറയുന്ന എന്റെ വളരെ അടുത്ത കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു എഴുത്തുകാരന് അദ്ദേഹത്തിന് വളരെ ദുഃഖം നിറഞ്ഞ കുട്ടിക്കാലം ഉണ്ടാവണം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നെങ്കിൽ പോലും എനിക്കും ഇതേപോലെയുള്ള കുറെ അനുഭവങ്ങളുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദേഴ്സ് റെഫ്യൂജി ക്യാമ്പിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോളി എന്ന് പറയുന്ന എന്റെ കസിന് ഹെൽത്ത് കെയർ കിട്ടാത്തതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒക്കലോമ എന്ന് പറയുന്ന എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒരു പ്ലെയിൻ ക്രാഷിൽ അവിടുത്തെ ഫയർ ട്രക്സിൽ വെള്ളമില്ലാത്തതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐ ഗ്രൂ അപ്പ് അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ്. മാത്രവുമല്ല ഞാൻ വളർന്നത് അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ്. റിപ്രസീവ് മീൻസ് കൺട്രോളിംഗ് പീപ്പിൾ ബൈ ഫോഴ്സ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ഫ്രീഡം. അതായത് വളരെ ഏകാധിപത്യമായിട്ടുള്ള ഒരു സൈനിക ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാൻ എന്ത് ചെയ്തത്, വളർന്നത്. ദാറ്റ് ഡിവാല്യൂഡ് എഡ്യൂക്കേഷൻ. ആ ഗവൺമെന്റ് ഡിവാല്യൂ മീൻസ് ടു ഗിവ് എ ലോയർ വാല്യൂ. അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാത്ത ഒരു റിപ്രസീവ് ആയിട്ടുള്ള വളരെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സൈനിക ഗവൺമെന്റിന്റെ കീഴിലാണ് ഞാൻ വളർന്നത്. സോ ദാറ്റ് സംടൈംസ്, അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മൈ പാരന്റ്സ് വർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. എന്റെ പാരന്റ്സിന് അവരുടെ സാലറീസ് പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ അധികം വിഷമങ്ങൾ നിറഞ്ഞ, ദുഃഖങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ഐ ആം. ഈ കഥകളൊക്കെ കൂടിയിട്ടാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ടു ഇൻസിസ്റ്റ് ഓൺ ഓൺലി ദീസ് നെഗറ്റീവ് സ്റ്റോറീസ് ടു ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ്. പക്ഷേ ഈ നെഗറ്റീവ് സ്റ്റോറിയിൽ മാത്രം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഇറ്റ് ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ്, എന്റെ അനുഭവങ്ങളെ ഇല്ലാതാക്കുന്നു. ആൻഡ് ടു ഓവർലുക്ക് ദ മെനി
other stories that formed me. ഇത് മാത്രവുമല്ല, ഇതല്ലാത്ത കുറെ അധികം സ്റ്റോറീസ്, എന്റെ ജീവിത അനുഭവങ്ങൾ കൂടിയാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ നെഗറ്റീവ് സ്റ്റോറീസ് മാത്രമല്ല എന്നെ രൂപാന്തരപ്പെടുത്തിയത്, ഇതല്ലാത്ത മറ്റു പല കഥകളും കൂടിയിട്ടാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ രൂപപ്പെട്ടിട്ടുള്ളത്. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ്. ഈ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്സിനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിക്സ്ഡ് ഐഡിയ ഓർ ഇമേജ് ദാറ്റ് മെനി പീപ്പിൾ ഹാവ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ഓർ എ തിങ് ബട്ട് വിച്ച് ഈസ് ഓഫൻ നോട്ട് ട്രൂ. അതായത് ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു സംഭവത്തെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ആളുകൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കുക, ഒരു പ്രജുഡൈസ് ആയിട്ടുള്ള ഒരു മുൻവിധി ഉണ്ടായിരിക്കുക. ബട്ട് വിച്ച് ഈസ് ഓഫൺ നോട്ട് ട്രൂ. അതെന്തായിരിക്കണമെന്നില്ല, സത്യമായിരിക്കണമെന്നില്ല. അതായത് ഒരാൾക്ക് ഒരു വശം മാത്രം എന്ത് ചെയ്യുക, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബോധ്യം ഒരു വ്യക്തിനെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഉണ്ടാവുക. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്പ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. ഈ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റീരിയോടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. അവർ ഒരിക്കലും എന്തല്ല, സത്യമല്ല എന്നുള്ളതല്ല. ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അതായത് അവ എന്താണ്, പരിപൂർണമല്ല. സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വശം മാത്രം അറിയുക. അപ്പൊ ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കുറെ രാജ്യങ്ങളിൽ ലോകത്ത് നല്ല പട്ടിണി അനുഭവപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അത് അവിടെ സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാർ എല്ലാവരും പട്ടിണി കിടക്കുന്നവര് എന്നല്ല അർത്ഥമാക്കുന്നത്. അവിടെയും എന്തുണ്ട്, അതല്ലാത്ത കുറെ അധികം സമ്പന്ന രാജ്യങ്ങളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്, സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു വ്യക്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരു പക്ഷെ അൺട്രൂ ആയിരിക്കില്ല. ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അവ എന്തായിരിക്കും, പരിപൂർണമായിരിക്കില്ല. ആ വ്യക്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ രാജ്യത്തെ കുറിച്ചോ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് നൽകില്ല. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി. അവ ആകെ ഒരു സ്റ്റോറി, അതായത് ഒരു വശം മാത്രം അറിയുന്നു, ബിക്കം ദ ഓൺലി സ്റ്റോറി. അതായിരിക്കും അതിനെക്കുറിച്ചുള്ള ആകെയുള്ള അറിവ്. ഒരു വ്യക്തിനെ കുറിച്ച് നമുക്ക് ഒരു സിംഗിൾ സ്റ്റോറി മാത്രമാണ് നമ്മൾ വിശ്വസിച്ച് വെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു സംസ്കാരത്തെ കുറിച്ച് അങ്ങനെ മാത്രമാണെങ്കിൽ അത് സ്റ്റീരിയോടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും അത് നമുക്ക് അതിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ചിമാമണ്ട, എൻഗോസി അഡീച്ചി അവരുടെ അനുഭവത്തിൽപ്പെട്ട കുറേയധികം കഥകളിലൂടെയാണ് ഈ ഒരു സ്പീച്ച് അവർ നടത്തുന്നത്.